എല്ലാവർക്കും നമസ്കാരം. ബബ്ബയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. മോഹൻലാലും ദിലീപും ഒക്കെ ഒന്നിക്കുന്ന സിനിമയാണ്. ആൻഡ് ലെറ്റ്സ് വാച്ച് ഇറ്റ്. റേഡിയോ നമസ്കാരം. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാം. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. കറക്റ്റ് സമയം ഇറക്കാൻ. നമ്മളൊരാളുടെ തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തണ്ണിമത്ത കെട്ടിയും പോലെ I will take you to the miraculous universe of the most wanted person you're searching for. റെഫറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ഞാൻ കലക്കും. അഡ്വക്കേറ്റ് മുകുന്ദനും വീണ്ടും സന്ധിക്ക് പറയ്ക്കും വണക്കം എന്ന് സാധാരണക്കാരൻ. അതിപ്പോ പറയാൻ കഴിയില്ല. ജനങ്ങൾ മുഴുവനും ഇപ്പൊ പറയാൻ കഴിയും. ആർക്കുളിക്കണം. എല്ലാവരുടെയും കണ്ണുകളിൽ എന്നെ പ്രേമോടെ തിളങ്ങണം. ഇതവന്റെ ഒടുക്കത്തെ കളിയാ. ഇതോടെ അവന്റെ ഷോയ്ക്ക് ഞാൻ കാർട്ടനിടും. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ്. സാൻഡി രഞ്ജിത്ത് രംഗം. സത്യം താൻ കടമയെ ചെയ്യും. അവനും അണ്ണനും ഒരുമിച്ച് ചെയ്ത കാര്യം ഒരാളും കൂടെ വരാണ്ട്. അതൊരു 1.5 കാലമായിരുന്നു. ആറാട്ടിലെ അതേ കാലം. ദിലീപിനെക്കാട്ട് ഡബിളാ അല്ലേ? അങ്ങനെ ശ്രദ്ധിക്കും. മച്ച പോകുമ്പോ മതിയാ കുറച്ചുകൂടെ എന്നെ കൊഞ്ചം വേണവാ. സംഭവം ബ്ലാസ്റ്റ് കേട്ടോ. പക്ഷെ എനിക്ക് മോഹൻലാലിന് കുറച്ചും കൂടി ഒരു വെറൈറ്റി അപ്പിയറൻസ് കൊടുക്കാമായിരുന്നു എന്നുള്ളൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഓളമാണ്. മോഹൻലാലും കൂടെ കൂടുമ്പോൾ ഡബിൾ ഓളമാണ്. തിയേറ്റർ പൂരപ്പറമ്പ് എന്നൊക്കെ പറയത്തില്ല, അത് നമുക്ക് നേരിട്ട് കാണാം. ഭയങ്കര എനർജി ആയിരിക്കും ക്രൗഡിന്. നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മിസ് ചെയ്യില്ലേ. റിവ്യൂ ഒന്നും നിങ്ങൾ കാണണ്ട, നേരെ പോയി അങ്ങ് പടം കാണുക, എൻജോയ് ചെയ്യുക. ക്രിസ്മസ് ഈവൊക്കെ അല്ലേ, നമുക്ക് അങ്ങ് ആഹ്ലാദിച്ച് അട്ടഹസിച്ച് കാണാൻ പറ്റുന്നൊരു സിനിമയായിട്ട് തന്നെയാണ് തോന്നുന്നത്. ആൻഡ് ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ്. വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, സലീം കുമാറുണ്ട്. കോമഡി, ഫണ്ണ്, ആക്ഷൻ, മാസ്, ടെറർ സാധനമായിരിക്കും മിക്കവാറും. വൺ ഓളം തന്നെ ആയിരിക്കും കേട്ടോ തിയേറ്ററിൽ. അത് ഒന്നും തന്നെ പറയാനില്ല. വൻ ബുക്കിംഗ് ആയിരിക്കും. ഭയങ്കര രസമായിട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയുണ്ട് ഈ സിനിമ. ഇത് പോസിറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോലത്തൂക്കായിരിക്കും. കോലത്തൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ തൂക്കായിരിക്കും. ആൻഡ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഈ വർഷത്തെ തന്നെ. ആൻഡ് അതൊരു ഒരു ഹെവി സാധനമായിട്ട് എൻഡ് ചെയ്താൽ അതിൻ്റെ ഒരു സുഖം നമുക്ക് വേറെ തന്നെയാണ്. അങ്ങനെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. സോ അടുത്ത വീഡിയോ കാണാം.